നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവനോട് യാത്ര പറഞ്ഞ് അവൾ നാട്ടിലേക്ക് പോരുമ്പോൾ ഓർത്തില്ല കുഞ്ഞോമനെ കാണാൻ ഇനി നിതിൻ ഉണ്ടാവില്ല എന്നത്. പ്രവാസികളായ ഗർഭിണികളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ജനശ്രദ്ധ നേടുകയും ചെയ്ത ആതിരയുടെ ഭർത്താവ് നിതിൻ ചന്ദ്രൻ ദുബായിൽ മരിച്ച വാർത്ത പ്രവാസ ലോകത്തെ സാമൂഹ്യ പ്രവർത്തകരിൽ നൊമ്പരമായി തീർന്നിരിക്കുകയാണ്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. കോവിഡ് ഭീതികാലത്തെ പ്രവാസികളുടെ മടങ്ങിവരവിന് വഴിയൊരുക്കിയവരിൽ മുന്നിലുണ്ടായിരുന്നു നിതിൻ. ഇനി ആ ശബ്ദം പ്രവാസികൾക്കായി ഉയരില്ല. നിതിന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകരായ നസീർ വാടാനപ്പള്ളിയും അഷ്റഫ് താമരശ്ശേരിയും. നസീർ വാടാനപ്പള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഒരുപാട് ജീവിതങ്ങൾക്ക് രക്ഷകനായി നിതിൻ. ഒടുവിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യം. രക്തദാനം ചെയ്യാൻ പോകുന്ന സഹപ്രവർത്തകർക്ക് എല്ലാ നിർദ്ദേശവും നൽകി ഇന്നലെ രാത്രി നീ പോയത് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കായിരുന്നല്ലോ കൂട്ടുകാരാ. ഭാര്യയുടെ സുഖപ്രസവത്തിനു വേണ്ടി പരമോന്നത കോടതി വരെ പോയി വാദിച്ചാണ് അവൻ തന്റെ പ്രിയതമയെ ഈ കഴിഞ്ഞ മെയ് 7-ന് പ്രഥമ വന്ദേ ഭാരത് വിമാനത്തിൽ നാട്ടിലേക്ക് അയച്ചത്. ആതിരയെ പ്രതി 2 പേർക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റിനുള്ള പണവും സമ്മാനമായി നൽകി. 6 ദിവസം മുമ്പാണ് നിതിൻ ചന്ദ്രൻ എന്ന സ്നേഹാമയനായ ചെറുപ്പക്കാരൻ 28ാം പിറന്നാൾ ആഘോഷിച്ചത് പോലും. ആദ്യത്തെ കൺമണിയെ വാരിപ്പുണരാതെ ഉമ്മ വയ്ക്കാതെ അവൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിശബ്ദമായി ജീവിതത്തിൽ നിന്നും വിടവാങ്ങി. അവൻ പോലും അറിയാതെ ആ ഹൃദയം നിലച്ചു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കും നിതിനെയും ആതിരയെയും പരിചയമുള്ള ആളുകൾക്കും നെഞ്ചിടിപ്പ് നിയന്ത്രിക്കാനായിട്ടില്ല. അത്രമേൽ അവൻ പ്രിയപ്പെട്ടവനായിരുന്നു. നിറവയറുമായി നാട്ടിലുള്ള നിതിന്റെ സ്വന്തം ആതിരയുടെ സങ്കടം. നിതിന്റെ ശ്വാസം നിലച്ചതറിയാതെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും അവളെ വിച്ഛേദിച്ച് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. പ്രസവിക്കും വരെ അവളിത് അറിയാതിരിക്കട്ടെ. കാരണം അനേകം പ്രസവ വേദനകളേക്കാൾ എത്രയോ മടങ്ങായിരിക്കും അവന്റെ വിയോഗ വാർത്ത. പ്രിയ കൂട്ടുകാരന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.